ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ TTC പഠിച്ച സ്ഥാപനത്തിൽ ഞങ്ങൾ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. ഗെറ്റ് ടുഗദർ മാത്രമല്ല, ഞങ്ങളെ പ്രിയപ്പെട്ട അധ്യാപകൻ റഷീദ് മാസ്റ്റർ ഈ വർഷം അവിടെ നിന്ന് വിരമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പോയത്. കാരണം എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ കാണാം. ഒരുപാട് വർഷമായി കണ്ടിട്ട്, ഒരു 9 വർഷമൊക്കെ ആയി. അതിൻ്റെ ഇടയിൽ ഒരാളെയൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ കാണും അങ്ങനെ. അപ്പോൾ അവരെയൊക്കെ കാണാം, എൻ്റെ അധ്യാപകരെ കാണാം, അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പ്രോഗ്രാമിലെത്തി. ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ TTC എടുത്ത് ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു ടീച്ചറായി വർക്ക് ചെയ്യുകയാണ്. അതൊക്കെ അൽഹംദുലില്ലാ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ TTC എടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ, ഞാൻ അവിടെ ഓർഫനേജിലാണ് പഠിച്ചത്. ചെറുപ്പം മുതലേ 5 വയസ്സ് 1ാം ക്ലാസ് മുതലേ അവിടെ ഓർഫനേജിലാണ്. അപ്പോൾ അവിടുന്ന് +2 കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. പിന്നെ TTC ഉണ്ട്, പിന്നെ ഡിഗ്രി ഉണ്ട്. നമുക്കിഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പം എൻ്റെ ഫ്രണ്ട്സ് പകുതി ഡിഗ്രി എടുത്തു. അപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് TTC കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടും. എൻ്റെ കുടുംബ സാഹചര്യം ആലോചിച്ചപ്പം എനിക്ക് TTC ആണ് ബെറ്റർ എന്ന് തോന്നി. എനിക്ക് എന്തായാലും പെട്ടെന്ന് ജോലി വേണം, എൻ്റെ ഉമ്മാനെ സഹായിക്കണം, അങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു. പിന്നെ ആണെങ്കിൽ TTC ഓർഫനേജിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്താണ്, നമുക്ക് റോഡിലൂടെ പോവാം TTC എടുക്കുമ്പോൾ. ഡിഗ്രി ആകുമ്പം ഓർഫനേജിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ പുറത്ത് പോയി വണ്ടിയൊക്കെ കാണാമെന്നുള്ളൊരു സന്തോഷത്തിൽ അങ്ങനെ 2ാമത്തെ കാരണം കേട്ടോ. അങ്ങനെ ഏതായാലും ഞാൻ TTCക്ക് ചേർന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ സ്വാധീനം ചെലുത്തിയ ഒരുപാട് വ്യക്തികളുണ്ടാവില്ലേ. എൻ്റെ കാര്യത്തിൽ 1ഉം 2ഉം പേരൊന്നുമല്ല കേട്ടോ, ഒരുപാട് അധ്യാപകർ ഞാനെന്ന വ്യക്തിയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് പഠിക്കാനും അങ്ങനെ ഞാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് കേട്ടോ പഠിക്കുന്ന കാര്യത്തിൽ. ഒന്നാമത് നമുക്ക് എപ്പോഴും ഓർഫനേജിലൊക്കെ ആകുമ്പോൾ വീട്ടിൽ പോകണം ചിന്ത അതായിരിക്കും. അപ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര അലസത ഉള്ള ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതിലൊക്കെ എന്നെ മോട്ടിവേറ്റ് എൻ്റെ UP-ത്തെ ഹൈസ്കൂളത്തെയൊക്കെ അധ്യാപകർ ഒരുപാട് മോട്ടിവേറ്റ് കേട്ടോ. അപ്പോൾ പിന്നെ ഇൻഷാ അള്ളാ പറയാം. ഇപ്പം ഞാൻ പറയാം നമ്മുടെ റഷീദ് മാസ്റ്ററെ കുറിച്ചാണ് കേട്ടോ. റഷീദ് മാസ്റ്റർ എനിക്ക് TTCയിലായിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളോട് ഭയങ്കര ഒരു സ്നേഹമാണ് കേട്ടോ സാറിന്. ഞങ്ങളെ ഓർഫനേജത്തെ കുട്ടികളായതുകൊണ്ടാവാം ഞങ്ങളോട് എല്ലാ വിവരങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ സാറ് ഒഴിവുള്ള സമയങ്ങളിൽ ചോദിച്ചറിയും കേട്ടോ. ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവിടുന്ന് 2015 TTC ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ ഉമ്മ ജോലിക്ക് പോവാം, വീടുകളിലൊക്കെ പണിക്ക് പോവാം അമ്മ. അപ്പോൾ ഞാൻ പറഞ്ഞു, TTC കഴിഞ്ഞല്ലോ ഉമ്മ, റിസൾട്ടൊന്നും വന്നില്ല, ഞാൻ ഏതെങ്കിലും സ്കൂളുകളിലൊക്കെ പോയി നോക്കട്ടെ. എന്നിട്ട് ഞാൻ രാവിലെ ഉമ്മ ഒരു 50 രൂപ 100 രൂപ കൈമ തരും. എന്നിട്ട് ഉമ്മ പണിക്ക് പോകും. അപ്പോൾ ഞാൻ ആ പൈസയും കൊണ്ട് റെസ്യൂമൊക്കെ ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും ബസ്സിൽ പോവും. എവിടെയെങ്കിലും ഒരു സ്കൂൾ കണ്ടാൽ അവിടെ ഇറങ്ങിയിട്ട് എൻ്റെ ബയോഡാറ്റ അവിടെ കൊടുക്കും, ഒഴിവുണ്ടെ വിളിക്കണം പറഞ്ഞിട്ട്. ഒരുപാട് സ്കൂളുകളിൽ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. ഒഴിവുണ്ടെ വിളിക്കണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോന്നിട്ടുണ്ട്. അങ്ങനെ ഉമ്മൻ്റെ ഭാഗത്തുനിന്ന് ഉമ്മ പണിക്ക് പോകണ വീട്ടിൽ നിന്നൊക്കെ പറയും, അവർക്ക് മാനേജ്മെൻറ്റിൻ്റെ അതിൽ സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മോളിങ്ങനെ TTC കഴിഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഏതായാലും ഒരു ദിവസം നമ്മളെ വീടിൻ്റെ അടുത്ത് കുറച്ചപ്പുറത്ത് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടു, ആരോ പറഞ്ഞത് കേട്ടു. അങ്ങനെ ഏതായാലും ഞാൻ ആ സ്കൂളിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് അവിടെ ഏതായാലും കിട്ടി. അന്ന് എൻ്റെ ഒരു സന്തോഷം പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമ്മൾ പഠിച്ചെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്പോൾ കിട്ടിയില്ല, അടുത്ത മാസം വരുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞ സാറില്ല, അടുത്ത മാസം നീ സബ്മിറ്റ് ചെയ്താൽ മതിയെന്ന് കേട്ടോ. അങ്ങനെ അവിടേക്ക് പോകാനുള്ള സാരിയെല്ലാം ഉമ്മായിരുന്നു കേട്ടോ വാങ്ങി തന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ TTC. ഞാൻ TTC പഠിച്ചത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥാപനമാണ് നമ്മളെ ഇതിനൊക്കെ പ്രാപ്തിയാക്കിയത് കേട്ടോ. നമുക്ക് അതിനുള്ള ധൈര്യവും ഊർജ്ജവും ഒക്കെ ഇവിടുന്നാണ് കേട്ടോ ലഭിച്ചത്. അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ സ്റ്റേജ് ഡെക്കറേഷൻസും വെൽക്കം ഡ്രിങ്കും അങ്ങനെയൊക്കെ തയ്യാറാക്കുക. അത് നമ്മളെ ആബിദ് മാഷാണ് കേട്ടോ, ഞങ്ങളുടെ TTCയിൽ ഉണ്ടായിരുന്ന മാഷാണ്. അപ്പോൾ ഓരോ
പിന്നെ ബാച്ചും ഓരോന്ന് ഏറ്റെടുത്തതാണ്. ഫുഡ് കമ്മിറ്റി, വെൽക്കം ഡ്രിങ്ക് കൊടുക്കാൻ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായാണ് കേട്ടോ എത്തിയത്. എനിക്ക് എൻ്റെ അധ്യാപകനെക്കുറിച്ച് കുറേ പറയാനുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിനുള്ള അവസരമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ കുറച്ച് ലേറ്റായി. സാറ് മറുപടി പ്രസംഗം പറയുന്ന സമയത്താണ് ഞാൻ അവിടെ എത്തിയത് കേട്ടോ. കണ്ടില്ലേ, ഓരോ ബാച്ചും ഓരോ പ്രോഗ്രാം അവതരിപ്പിക്കുക. നമ്മളൊക്കെ കുറേ എനിക്ക് തോന്നുന്നു 8 കൊല്ലമൊക്കെ ആയി കണ്ടിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സംസാരിച്ചിരിക്കുക. ഓരോ ബാച്ചും പിന്നെ സെൽഫി എടുക്കുന്നൊരു വക. ഈ ഒരു കലാലയം തന്നെ ഭയങ്കര ഒരു ഓർമ്മയാണ് കേട്ടോ. ഒന്ന് നമ്മളെ സംസാരിക്കാൻ പഠിപ്പിച്ച സ്ഥാപനമാണ് കേട്ടോ. ആരെ മുന്നിലും ധൈര്യത്തോടെ സംസാരിക്കാൻ. പിന്നെ നമുക്ക് ഫുഡിൻ്റെ ടൈമായിട്ടോ. നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഫുഡ് എത്തിച്ച് നമ്മളെല്ലാവരും ഇതുപോലെ ഇരുന്ന് ഞാൻ ഓരോ ബാച്ചാർ സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇതിന് ഇടയിൽ ഓരോ ബാച്ചാർ അവരുടേതായ പ്രോഗ്രാമൊക്കെ പ്രസൻറ്റ് ചെയ്തു. നല്ല പാട്ടും ഡാൻസും അങ്ങനെ ഒരു അടിപൊളി വൈബ് കേട്ടോ. പിന്നെ ഏകദേശം 4 മണിയായപ്പോൾ ഞാൻ ചെറിയ 2 കുട്ടികളെ കൊണ്ടാണല്ലോ പോയത്. അപ്പം ഞാൻ അവിടുന്ന് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ എന്തോ ഒരു നഷ്ടബോധം അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് കുറച്ച് നേരം കൂടി അവിടെ ഇരിക്കണം, എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കണം. ഞാൻ പിന്നെ ഹസ്ബൻഡിനെ പറയാം, ഒരു വട്ടം കൂടി എന്നെ അവിടെ കൊണ്ടാക്കും, ഞാൻ ബസ്സിന് വന്നോളാം അങ്ങനെയൊക്കെ പറഞ്ഞു. ഭയങ്കര ഒരു വിഷമം കേട്ടോ തിരിച്ചു പോയിട്ട്. ഒരിക്കൽ കൂടി ആ TTCയിൽ ഒരു വിദ്യാർത്ഥിയായി പഠിക്കാൻ ആഗ്രഹിച്ചു പോവുകയാണ് കേട്ടോ. അപ്പം നല്ല നല്ല ഓർമ്മകൾ തന്ന പ്രിയപ്പെട്ട അധ്യാപകർ, സഹപാഠികൾ, എല്ലാവരെയും എന്താ പറയുക, നന്ദിയോടുകൂടി ഓർത്തു പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു. നിങ്ങളെൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.